നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. അർജുന്റെ മൊഴിമാറ്റം തന്നെ ഞെട്ടിച്ചുവെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ. സംഗീതജ്ഞൻ ബാലഭാസ്കറും മകളും മരിച്ച അപകടത്തിൽ കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ ആയിരുന്ന അർജുൻ തന്നെയെന്ന് ആവർത്തിച്ച് ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി രംഗത്ത്. യാത്രയുടെ തുടക്കം മുതൽ അർജുനായിരുന്നു കാർ ഓടിച്ചത്. താൻ ജീവിക്കുമെന്ന് അർജുൻ കരുതിയിട്ടുണ്ടാവില്ലെന്നും അതാവും നുണ പറഞ്ഞതെന്നും ലക്ഷ്മി പറഞ്ഞു. തൃശൂരിൽ നിന്നും യാത്ര പുറപ്പെട്ടതു മുതൽ അർജുനാണ് കാർ ഓടിച്ചത്. മുൻസീറ്റിൽ താനും മകളും, പിൻസീറ്റിൽ ബാലഭാസ്കറുമാണ് ഉണ്ടായിരുന്നത്. അപകടത്തിന് പിന്നാലെ ആശുപത്രിയിലെത്തിയ ബാലുവിന്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിക്കുകയും ചെയ്തു. താൻ ഉറങ്ങിപ്പോയതാണ് അപകടമുണ്ടാക്കിയതെന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നീട് മൊഴിമാറ്റിയത് ഞെട്ടിച്ചു കളഞ്ഞുവെന്നും ലക്ഷ്മി പറഞ്ഞു. വെൽഡെക് പരീക്ഷണം വിജയം. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നമായ ഗഗൻയാൻ ദൗത്യത്തിൽ നിർണായക നേട്ടം. ഗഗൻയാൻ സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്ന വെൽഡെക് പരീക്ഷണം വിജയിച്ചതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അറിയിച്ചു. നാവികസേനയുമായി ചേർന്ന് വിശാഖപട്ടണം തീരത്തായിരുന്നു പരീക്ഷണം. ദൗത്യം പൂർത്തിയാക്കുമ്പോൾ യാത്രക്കാരെ തിരികെ ഭൂമിയിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂ മൊഡ്യൂൾ സമുദ്രത്തിൽ പതിക്കും. ഈ ക്രൂ മൊഡ്യൂളിനെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ വെൽഡെക് ഷിപ്പ് ഉപയോഗിച്ച് വീണ്ടെടുക്കുന്നതിന്റെ പരീക്ഷണമാണ് പൂർത്തീകരിച്ചത്. ക്രൂ മൊഡ്യൂൾ കടലിൽ പതിക്കുമ്പോൾ യാത്രക്കാർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാനും അപ്രതീക്ഷിത വെല്ലുവിളികൾ ഒഴിവാക്കാനുമുള്ള നടപടികളാണ് നിലവിൽ നടത്തിവരുന്നത്. പ്രധാനമന്ത്രിയെ കാണാനൊരുങ്ങി മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ 817.80 കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നേടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകും. ഈ കൂടിക്കാഴ്ചയിലാവും VGF വിഷയം ഉന്നയിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി 2, 3, 4 ഘട്ടങ്ങൾ 2028 ഡിസംബർ പൂർത്തിയാവുന്നതോടെ പ്രതിവർഷം 45 ലക്ഷം കണ്ടെയ്നറുകളായും 40 വർഷത്തെ കരാർ കാലയളവിൽ വരുമാനം 2,15,000 കോടിയായും ഉയരും. 36 വർഷം കൊണ്ട് 48,000 കോടി സർക്കാരിന് കിട്ടുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. 18ാം പടി നിയന്ത്രണം ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്. തിരക്കേറിയതോടെ 18ാം പടിയുടെ നിയന്ത്രണം ഇന്ത്യൻ റിസർവ് ബറ്റാലിയന് കൈമാറി. തീർത്ഥാടകരെ അതിവേഗം കയറ്റിവിടാൻ ഇവർ സമർത്ഥരാണ്. മിനിറ്റിൽ 85 മുതൽ 90 വരെ തീർത്ഥാടകരെ ഇവർ പടി കയറ്റുന്നു. തീവ്രവാദം, വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവയെ നേരിടുന്നതിനും ദുരന്ത നിവാരണത്തിനും പരിശീലനം ലഭിച്ചവരാണിവർ. ആന നിയന്ത്രണത്തിൽ തൃശൂർ പൂരമടക്കം ആശങ്കയിൽ. ആന എഴുന്നള്ളിപ്പിനുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയതോടെ തൃശൂർ പൂരം അടക്കമുള്ളവയുടെ നടത്തിപ്പിൽ ആശങ്ക ഉയരുന്നു. ഉത്രാളിക്കാവ്, ആറാട്ടുപുഴ, എറണാകുളം പൂരങ്ങളും കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കും ചോറ്റാനിക്കര മകം ഉത്സവത്തിനുമുള്ള എഴുന്നള്ളിപ്പിനും ഇത് ബാധകമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ഈ ക്ഷേത്രങ്ങൾ. രാവിലെ 9-നും വൈകിട്ട് 5-നും മധ്യേ പൊതുവഴിയിൽ ആനയെ എഴുന്നള്ളിക്കരുതെന്ന ഉത്തരവ് തൃശൂർ പൂരത്തിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് ആനകളുടെ ദൂരപരിധി പാലിച്ചില്ലെന്ന പേരിൽ ദേവസ്വം ഓഫീസർ ഹൈക്കോടതി നടപടികൾ നേരിടുകയാണ്. മാലിന്യ കൂമ്പാരത്തിൽ മിനി സ്റ്റേഡിയം. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെൺപാലവട്ടം മിനി സ്റ്റേഡിയത്തിൽ ലോഡ് കണക്കിനാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. മാലിന്യം നിക്ഷേപിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും എവിടെ നിന്നാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് നഗരസഭയ്ക്ക് ഒരു വിവരവുമില്ല. അണമുഖം വാർഡിൽ വെൺപാലവട്ടത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മിനി സ്റ്റേഡിയത്തിലാണ് രാത്രിയുടെ മറവിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. നാട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട്. മാലിന്യ നിക്ഷേപം നടന്നതോടെ പ്രദേശത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും കളിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ലോകത്തിന്റെ ഒരുമയാണ് ചലച്ചിത്രമേളകളുടെ ലക്ഷ്യമെന്നും ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സിനിമാ താരങ്ങളായ ഷറഫുദ്ദീനും മഹിമ നമ്പ്യാരും മന്ത്രിയിൽ നിന്ന് ഡെലിഗേറ്റ് കിറ്റുകൾ ഏറ്റുവാങ്ങി. മനുഷ്യത്വത്തിന്റെ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും അതുതന്നെയാണ് IFFKയും പിന്തുടരുന്നതെന്നും
പുതുമയും ജനപിന്തുണയും കൊണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയായി കേരള രാജ്യാന്തര ചലച്ചിത്രമേള മാറിയെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മറ്റു പ്രമുഖരും പങ്കെടുത്തു. 13-നാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആരംഭിക്കുന്നത്. അന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. റീൽസ് ചിത്രീകരണത്തിനിടെ അപകടം, യുവാവ് മരിച്ചു. കാർ ചേസിംഗ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അതേ കാറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വീഡിയോഗ്രാഫറായ കടമേരി സ്വദേശി TK ആൽവിനാണ് മരണപ്പെട്ടത്. കോഴിക്കോട് ബീച്ച് റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അപകടം. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ കമ്പനിക്കായി ഡിഫൻഡർ, ബെൻസ് കാറുകളുടെ ചേസിംഗ് വീഡിയോ റോഡിന് നടുവിൽ നിന്ന് ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിവേഗത്തിലെത്തിയ ഡിഫൻഡർ കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. അശ്രദ്ധമായ ഡ്രൈവിംഗ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പുകൾ ചേർത്ത് വാഹനം ഓടിച്ചയാൾക്കെതിരെ വെള്ളയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. AI വന്നിട്ടും നിരത്തിൽ പൊലിഞ്ഞത് ആയിരക്കണക്കിന് ജീവനുകൾ. AI ക്യാമറയും പോലീസും ഗതാഗത വകുപ്പും ആഞ്ഞു ശ്രമിച്ചിട്ടും അപകട മരണങ്ങളുടെ നിരക്ക് പഴയപടി തന്നെ. പോലീസിന്റെ കണക്കുപ്രകാരം ഈ വർഷം ഒക്ടോബർ വരെ റോഡിൽ മരണപ്പെട്ടവർ 3168 പേരാണ്. കഴിഞ്ഞ 2 മാസത്തെ വലിയ അപകടങ്ങളിൽ 10 പേരാണ് മരിച്ചത്. കൂടാതെ തൃശൂർ നാട്ടികയിലുണ്ടായ അപകടത്തിൽ ലോറി പാഞ്ഞുകയറി ഉറങ്ങിക്കിടന്ന 5 പേരും ആലപ്പുഴ കളർക്കോടുണ്ടായ അപകടത്തിൽ 5 പേരുമാണ് മരണപ്പെട്ടത്. 2023-ൽ 4080 പേരും മരണപ്പെട്ടു. ഈ വർഷം ഒക്ടോബർ വരെ 40,821 അപകടങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടായതും കൂടുതൽ പേർ മരണപ്പെട്ടതും ആലപ്പുഴയിലാണ്. ഇതിൽ 377 പേർ മരണപ്പെട്ടു. 5100 പേർക്ക് പരിക്കേറ്റു. ഏറ്റവും കുറവ് അപകടമുണ്ടായത് വയനാടാണ്. 70 അപകടവും 84 മരണവും വയനാട് നടന്നു. കൊലപാതകത്തിൽ വഴിത്തിരിവ്, വയോധിക ബലാത്സംഗത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരം പോത്തൻകോട് കൊലക്കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. വയോധിക ബലാത്സംഗത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേറ്റതായും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം തേടൈ വിഷൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്ക്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാർ ദിസനായകയുടെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ദിസനായികെ ഞായറാഴ്ച ഇന്ത്യയിലെത്തുന്നുവെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ദിസനായികെ ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രിയും ധനകാര്യ സഹമന്ത്രിയും ദിസനായികയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു. വീട് വെച്ചുതരാൻ ഇപ്പോഴും തയ്യാർ, കേരളം മറുപടി നൽകിയില്ലെന്ന് സിദ്ധരാമയ്യ. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറുപടി ലഭിച്ചില്ലെന്നും 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക അറിയിച്ചിരുന്നുവെന്നുമാണ് കത്തിൽ. കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചിരുന്നുവെന്നും വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും കത്തിൽ സിദ്ധരാമയ്യ അറിയിച്ചു. വീണ്ടും പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത. തിരുവനന്തപുരത്ത് വീണ്ടും 4 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച് ക്രൂരത. കല്ലാട്ടുമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തു. ശുചിമുറിയിൽ പോയതിനാണ് ടീച്ചർ ഉപദ്രവിച്ചതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അധ്യാപികയെ സസ്പെൻഡ് ചെയ്തെന്നറിയിച്ച സ്കൂൾ ആരോപണം നിഷേധിച്ചു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന അടുക്കളയിലുള്ള ചേരുവകൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ഭക്ഷണകാര്യത്തിലും ജീവിതശൈലിയുടെ കാര്യത്തിലും ഏറെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അടുക്കളയിലെ ചില ചേരുവകളെ പരിചയപ്പെടാം. മഞ്ഞളിലെ കുർക്കുമിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഫൈബർ ധാരാളം അടങ്ങിയ ഉലുവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കറുവപ്പട്ടയും സഹായിക്കും. ഇഞ്ചിയിലെ ജിഞ്ചറോൾസ്, ഷോഗോൾഡ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മാവില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു. പ്രമേഹത്തെ തടയാനും പഞ്ചസാരയുടെ ആസക്തി കുറയ്ക്കാനും വേപ്പ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഫൈബർ ധാരാളം അടങ്ങിയ തുളസി പ്രമേഹത്തെ നിയന്ത്രിക്കും. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.